അങ്ങനെ പെരുന്നാളിൻ്റെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ അടുത്ത ദിവസം നമ്മൾ രാവിലെ തന്നെ ബ്ലിങ്കിറ്റ് നിന്ന് കുറച്ച് സെവനപ്പൊക്കെ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയത് ഞങ്ങൾ രണ്ടുപേരും, പിന്നെ അങ്ങനെ തീരുമല്ലോ, അത് നമ്മളൊരു ചെമ്പ് ബിരിയാണി അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്ത് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബിരിയാണി 3 നേരം തിന്നുന്ന ഒരാളാണ് കേട്ടോ. എനിക്കങ്ങനെ തിന്നുന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം എനിക്ക് ബിരിയാണി അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇവക്കാണെങ്കിൽ സെവനപ്പ് ഇപ്പോഴല്ല കൂട്ടിയിട്ട് അപ്പോ. ഇപ്പോഴും എനിക്കിഷ്ടം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് ബിരിയാണി റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. പക്ഷേ പെരുന്നാളിൻ്റെ അന്നത്തെ ബിരിയാണി ഉഫ്, അത് നല്ലൊരു ബിരിയാണി ആയിരുന്നു. ഞാൻ അവളോട് പറയും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കണം കേട്ടോ, അങ്ങനെയൊക്കെ പുള്ളി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ വെറുതെ ഇരുന്ന് ഒരു ഓഫ് ഡേയും കൂടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്ന് പിന്നെ നമുക്ക് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പോയപ്പോഴാണ് നമ്മളൊരു ചെറിയ മാങ്ങ, ഈ ചപ്പി കുടിക്കണ മാങ്ങയില്ലേ, ഇതൊക്കെ പണ്ട് മാമാടെയൊക്കെ പറമ്പിൽ കണ്ടിരുന്ന ഒരു മാങ്ങയാണ്. നമ്മളങ്ങനെ ഫ്രഷ് ആയിട്ട് എടുത്ത് നമ്മൾ ചപ്പി കുടിച്ച് അത് അങ്ങോട്ട് എറിഞ്ഞ് കളയും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സ്റ്റോറിൽ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാ. നല്ല മണം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആ മണം കേട്ടിട്ട് ഞാൻ എവിടെയോ എനിക്ക് ഓർമ്മയുണ്ടല്ലോ ഈ മണം എന്നുള്ളൊരു ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ലാസ്റ്റാണ് ഈ മാങ്ങ ശരിക്കും കണ്ടുപിടിക്കുന്നത്. ഇവളാണെങ്കിൽ ഇവ കഴിച്ചിട്ടില്ലല്ലോ അത്, ഇല്ല. ചക്രവല്ലി, ഇവള് കഴിച്ചിട്ടില്ലായിരുന്നു. ആ കഴിക്കലാണ് നിങ്ങളീ കാണുന്നത്. ഒരു ചൊല്ലുണ്ട്, ആ ചൊല്ല് ഞാനിവിടെ പറയുന്നില്ല.